കിടപ്പറ രംഗങ്ങൾ ഭർത്താവ് വെബ്സൈറ്റുകളിൽ അശ്ലീല വെബ്സൈറ്റുകളിൽ വിറ്റു എന്നൊരു വാർത്ത വരുന്നു. കൊല്ലം കുട്ടിയം പോലീസിനെ സംബന്ധിച്ച് ഭാര്യയുടെ പരാതിയെ തുടർന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഭർത്താവ് ഒളിവിൽ. ഭാര്യയുടെ നഗ്ന ഫോട്ടോകൾ ഇയാൾ അശ്ലീല സൈറ്റുകാർക്ക് വിറ്റു എന്നാണ്. അങ്ങനെ പണം ഉണ്ടാക്കി. അത് നഗ്ന ഫോട്ടോ മാത്രം കണ്ട ചില വ്യക്തികൾ ആളെ തിരിച്ചറിഞ്ഞു, ഭാര്യയെ വിവരം അറിയിച്ചു. ഭാര്യയും ഭർത്താവ് ഇംഗ്ലണ്ടിലാണ്. ഇയാൾ മടങ്ങി കൊല്ലത്ത് വന്നു. ഇയാൾക്ക് മനോവൈകല്യമുണ്ട് എന്ന് ഭാര്യയ്ക്ക് തോന്നി. കാരണം കിടപ്പറ രംഗങ്ങൾ പലതും ഇയാൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റു എന്നാണ് വരുന്നത്. ഭർത്താവ് അതുമാത്രമല്ല ചെയ്യുന്നത്, അവർ തമ്മിലുള്ള ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളും ഇതുപോലുള്ള വെബ്സൈറ്റുകൾക്ക് കൈമാറി. ഈ ചിത്രീകരണമൊക്കെ ചിലതൊക്കെ അശ്ലീല ചായ്വോടുകൂടി ചില ചിത്രീകരണമൊക്കെ കുട്ടികളുടെ മുമ്പിൽ വെച്ചൊക്കെ ഇയാൾ ചിത്രീകരിച്ചു എന്നും ഭാര്യയുടെ പരാതി പറയുന്നുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന അവർ ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെതിരായിട്ട് കേസെടുത്തു. ഇയാളെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. ഇയാളെ രക്ഷപ്പെടുത്താൻ ആണ് അവർ ശ്രമിച്ചത്. കാരണം അവരുടെ നഗ്ന ഫോട്ടോകൾ ലൈവായി, കിടപ്പറ രംഗങ്ങൾ വന്നു, അവരുമായിട്ട് സംസാരിക്കുന്ന ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ പുറത്തുപോയി. അവയൊക്കെ ഒരു കൗൺസിലിംഗ് അടിയന്തരമായ ആവശ്യമാണെന്ന് കണ്ട് അവർ കൗൺസിലറെ സമീപിച്ച് ഇയാളെ 2 ദിവസം ആ കൗൺസിലർ ഇയാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അതിന് കൗൺസിലിങ്ങിന് വിധേയമായി. പക്ഷേ 3-ാം ദിവസം ഇയാൾ കൗൺസിലിങ്ങിന് പോയില്ല. അതിന് പകരം അതിക്രൂരമായി ഭാര്യയെ മർദ്ദിച്ചു. കാരണം കൗൺസിലിന് പോയപ്പം പല കാര്യങ്ങളും ഭാര്യയെ പറഞ്ഞു കൊടുത്തിരിക്കുന്നതും അതിനകത്ത് എവിഡൻസ് ഉള്ളതും അതൊക്കെ കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്നൊക്കെ പിന്മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൽ ഭാര്യ ഒരിക്കലും പറയില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും കൗൺസിലർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കും 2 ദിവസം കടിച്ചു പിടിച്ചു പോയി. 3-ാം ദിവസം ഭാര്യയെ അതിക്രൂരമായി വീട്ടിലിട്ട് ചവിട്ടി മർദ്ദിച്ചു. അവരിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവരെ കൊല്ലുമെന്ന് അവർക്കറിയാം. ഏതായാലും ഒരു ഭാര്യ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും, ഇയാളുടെ മനോവൈകല്യം മൂലമുണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ പോലീസിൽ പറഞ്ഞു. മോശമായ വോയിസ് കൊടുത്തു, ചിത്രീകരിച്ചിരിക്കുന്നത് കൊടുത്തു, അവരെ നേക്കഡായിട്ടിട്ടിരിക്കുന്ന പടങ്ങൾ കൊടുത്തു. ഇങ്ങനെ അവർക്കെതിരായിട്ട് ഒരു ഭർത്താവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്ത് കൂട്ടി. അത് മുഴുവൻ ലൈവായി ലോകത്തിലെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഇട്ടുകൊടുക്കുകയും ചെയ്ത അയാളെക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ്. അയാളിപ്പം ഒളിവിലേക്കും പോയി. ഇവർ ചികിത്സയിൽ തന്നെയാണ്. കൗൺസിലിങ്ങിന് വിധേയമാക്കി എങ്ങനെയെങ്കിലും നന്നാക്കി ഇയാളെ എടുക്കാം, തിരിച്ച് ഇയാളെ കൊണ്ടുവരാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഭർത്താവിന് വേണ്ടി കൗൺസിലറെ അറേഞ്ച് ചെയ്തും അവിടെ കൊണ്ടുപോയതുമൊക്കെ. പക്ഷേ നേരെ ധാരണ തെറ്റി. ഭർത്താവ് ഒരിക്കലും നന്നാകില്ല എന്ന് മനസ്സിലായി. ഇതേ രീതിയിലുള്ള ഒരു സംഭവം നമുക്ക് കോട്ടയത്തുണ്ടായിരുന്നല്ലോ. കാരണം 10-30 ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ഒരു സംഘം, അവർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടവരാണ്. അത് നേരിട്ട് കണ്ടിട്ടില്ല പലരും. ആ 30 ഭാര്യ ഭർത്താക്കന്മാർ കോട്ടയത്തെ ഒരു ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്ത് അവിടെ വെച്ച് പരിചയപ്പെടാനുള്ള എല്ലാവരും വന്നു. കാറിലൊക്കെ വന്നു. അവിടെ കാറിൽ വന്നവർ അവരുടെ ആദ്യത്തെ റൗണ്ട് ചർച്ചയെല്ലാം കഴിഞ്ഞപ്പം കാറിൻ്റെ കീ ഓരോരുത്തരും അങ്ങ് മാറിയെടുക്കണം. ആ കീ ലഭിക്കുന്ന ആൾ ആ കാറിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യ മറ്റേയാളുടെ ഒപ്പം മുറി കഴിയണം എന്ന് ഉള്ള രീതിയിൽ ചില സംഭവങ്ങൾ കോട്ടയത്തുണ്ടായി. ഏതായാലും കുടുംബിനിയായ ഒരു ഭാര്യ അത് അംഗീകരിച്ചില്ല. അവരവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അവരെ വീട്ടിൽ വന്ന് ഭർത്താവ് പിന്നീട് കൊല്ലുന്നതാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഭർത്താവും അയാളും മരണപ്പെട്ടു.
അയാളും സ്വയം ജീവൻ ഒടുക്കുകയും ചെയ്തു. മനോവൈകല്യമുള്ള ധാരാളം ആൾക്കാർ ഇപ്പം ഈ സോഷ്യൽ മീഡിയ അതിപ്രസരം കാരണം ധാരാളം പേരെ നമ്മൾ കാണുന്നുണ്ട്. കുട്ടികളിലേക്ക് അത് വ്യാപിച്ച ധാരാളം സംഭവങ്ങൾ നമ്മളിപ്പം കണ്ടു. കൊല്ലത്തെ 65 വയസ്സുകാരനെ കൊലപ്പെടുത്തിയതും ഒരു 13 വയസ്സുകാരിയാണ്. ആ നിലവാരം എങ്ങോട്ടൊക്കെ പടർന്ന് കയറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഇവിടെയുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ തന്നെ ശിഥിലമാകുന്ന രീതിയിലാണ് ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ. അത് അവരുടെ കിടപ്പറ വിവരങ്ങളെല്ലാം അയാൾ വിലയ്ക്ക് വിറ്റു എന്നാണ് വരുന്നത്. അതൊരു മനോവൈകല്യം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ കൗൺസിലിങ്ങിന് വേണ്ടി അയാളെ ക്ഷണിച്ചതും അയാൾ അതിൽ നിന്ന് മാറിയവരെ ഭീകരമായിട്ട് മർദ്ദിച്ചതും അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും അയാളിപ്പം ഒളിവിൽ പോയതിന് കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതുപോലെയുള്ള ധാരാളം പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പലരും മനോവൈകല്യമുള്ള ധാരാളം പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഈ രീതിയിൽ ഉണ്ട് എന്ന കാര്യം. അതുകൊണ്ട് വളരെ ശ്രദ്ധാലുവായിരിക്കണം വീടുകളിലെ കുടുംബിനികളും ഭാര്യ ഭർത്താക്കന്മാരും സഹോദരങ്ങളും ഒക്കെ. ഇങ്ങനെയുള്ള മനോവൈകല്യം നിങ്ങളുടെ ബന്ധുവിനുണ്ടാകാം, അവരുടെ കുടുംബത്തിൽ ഇതുണ്ടാകാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികളുമൊക്കെ.